PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ കുറേ നാളുകളെ നമ്മൾ കൃത്യമായിട്ട് അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 200 ഡേ ചലഞ്ച് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 57ഓളം വീഡിയോസ് അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി ഇതുവരെ ചെയ്തു കഴിഞ്ഞു. ഇനിയും തുടരുന്നതായിരിക്കും. 200 ഡേ ചലഞ്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതുമായിരിക്കും കേട്ടോ. അപ്പൊ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും ഒന്ന് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടാതെ തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി നമ്മൾ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സിലബസിനെ കവർ ചെയ്തുകൊണ്ടുള്ള ചോദ്യം ഉത്തരം എന്ന രീതിയിലുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ലഭ്യമാണ്. ഇതിനകത്ത് SCRT പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ്, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ സെറ്റുകളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഏകദേശം 11ഓളം മെറ്റീരിയൽസ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് പഠിക്കാം. അപ്പൊ നമ്മൾ ഓൾറെഡി പൊതുവിജ്ഞാനം പഠിച്ചു കഴിഞ്ഞു. അതിനകത്ത് ടോപ്പിക്സ് ഒക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. കൂടാതെ കേരള ഭരണവും ഭരണ സംവിധാനങ്ങളും നോക്കി. ജീവശാസ്ത്രം പൊതുജന ആരോഗ്യമാണ് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ 6 ടോപ്പിക്സ് വരെ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. ഇനി 7ാമത്തെ ടോപ്പിക്കാണ് കിടക്കുന്നത്, പരിസ്ഥിതിയും പാരിസ്ഥിതിക പ്രശ്നങ്ങളും. പരിസ്ഥിതിയും പാരിസ്ഥിതിക പ്രശ്നങ്ങളും എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു ലെങ്തി ടോപ്പിക്കാണ്. ഒരുപാട് കാര്യങ്ങൾ പരിസ്ഥിതിയെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒരൊറ്റ വീഡിയോ കൊണ്ട് പരിസ്ഥിതി പ്രശ്നങ്ങളും എന്ന് പറയുന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ 1, 2, 3 വീഡിയോസ് വേണം അത് കംപ്ലീറ്റ് ആക്കാൻ. കാരണം അത്യാവശ്യം ഒരു ലെങ്തി ടോപ്പിക്കാണ്. വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് കൂടിയാൽ പോലും നിങ്ങൾക്ക് അത് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഒരു പരിധി കഴിഞ്ഞ് നമുക്ക് പിന്നെ കേട്ടോണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ മടുപ്പ് തോന്നി പോയിന്റ്, പഠിത്തത്തിൽ ഒരു മടുപ്പ് എന്ന് പറഞ്ഞൊരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലേക്ക് കയറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ എല്ലാ വീഡിയോയും മാക്സിമം ഒരുപാട് ലെങ്ത് ആക്കാറില്ല. കാരണം ഈ ഒരു മടുപ്പാണ് അതിന് കാരണം. അപ്പൊ പരിസ്ഥിതി പ്രശ്നങ്ങളും 1-2 വീഡിയോ ആയിട്ടായിരിക്കും ചെയ്യുന്നത്. കാരണം അത്ര ലെങ്തി ടോപ്പിക്കാണ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഈ ഒരു ടോപ്പിക്കിൽ നിന്ന്. മനുഷ്യചരിത്രത്തിലുള്ള പൊതു അറിവ് പോലെ തന്നെ പരിസ്ഥിതി പ്രശ്നങ്ങളും ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. ഒത്തിരി റിപ്പീറ്റഡ് ചോദ്യങ്ങൾ ഇരുഭാഗത്തും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ നമുക്ക് പഠിക്കാം. ഇന്ന് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ് നമുക്ക് നോക്കാവുന്നത്. അപ്പൊ നമുക്ക് പഠിക്കാം പരിസ്ഥിതിയെ കുറിച്ച്. ജീവികളും പരിസരവുമായുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് പരിസ്ഥിതി ശാസ്ത്രം എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് എക്കോളജി എന്ന് പറഞ്ഞാൽ? ജീവികളും പരിസരവുമായി ഉള്ള പരസ്പര ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് പരിസ്ഥിതി ശാസ്ത്രം. ഇക്കോളജി എന്ന് പറയുന്ന വാക്ക് ആദ്യം ഉപയോഗിച്ച് ഏണസ്റ്റ് ഹേക്കൽ ആണ് കേട്ടോ. അപ്പൊ ഏണസ്റ്റ് ഹേക്കൽ ആണ് ഇക്കോളജി എന്ന് പറയുന്ന ഒരു വാക്ക് ആദ്യമായി ഉപയോഗിച്ചത്. ഇക്കോളജി എന്ന പദം ഉത്ഭവിച്ചത് വാസസ്ഥലം എന്ന അർത്ഥം വരുന്ന ഓയ്ക്കോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. അപ്പൊ ഇക്കോളജി പദം ഉത്ഭവിച്ച എവിടെന്നെയാ? വാസസ്ഥലം എന്ന അർത്ഥം വരുന്ന ഓയ്ക്കോസ് എന്ന് പറയുന്ന പദത്തിൽ നിന്നാണിത് ഉത്ഭവിക്കുന്നത്. ഇക്കോളജിയുടെ പിതാവ് അലക്സാണ്ടർ വോൾ ഹംബോൾട്ട് ആണ് ഇക്കോളജിയുടെ പിതാവ്. ആധുനിക ഇക്കോളജിയുടെ പിതാവ് ചോദിക്കുവാണ് യൂജിൻ പി ഓഡമാണ് ആധുനിക ഇക്കോളജിയുടെ പിതാവ്. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് പ്രൊഫസർ രാംഡിയോ മിശ്രയാണ് എന്ത് നമ്മുടെ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ജീവികളും പരിസരവുമായുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനശാഖയാണ് പരിസ്ഥിതി ശാസ്ത്രം. ഇക്കോളജി എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ചത് ഏണസ്റ്റ് ഹേക്കൽ ആണ്. ഇക്കോളജി എന്ന പദം ഉത്ഭവിച്ചത് വാസസ്ഥലം എന്ന അർത്ഥം വരുന്ന ഓയ്ക്കോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. ഇക്കോളജിയുടെ പിതാവ് അലക്സാണ്ടർ വോൾ ഹംബോൾട്ട് ആണ്. ആധുനിക ഇക്കോളജിയുടെ പിതാവ് UGC-P ഓഡമാണ്. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന് പിതാവ് പ്രൊഫസർ രാംഡിയോ മിശ്രയാണ് കേട്ടോ. ഇനി 1972 ജൂണിൽ സ്റ്റോക്ക്ഹോമിൽ നടന്ന മാനവ പരിസ്ഥിതിയെ കുറിച്ച് ഐക്യരാഷ്ട്ര സംഘടനയുടെ സമ്മേളനത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി നടത്തിയ പ്രസംഗമാണ് ഐക്യരാഷ്ട്ര സഭയെ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കാൻ തീരുമാനത്തിൽ എത്തിക്കുന്നത്. അപ്പൊ 1972 ജൂണില് സ്റ്റോക്ക്ഹോമിൽ നടന്ന മാനവ പരിസ്ഥിതിയെ കുറിച്ചുള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ സമ്മേളനത്തിലാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി നടത്തിയ ഒരു പ്രസംഗത്തിൽ നിന്നാണ് ഐക്യരാഷ്ട്ര സഭയുടെ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കാനായിട്ട് തുടങ്ങിയത്. എവിടെ വെച്ച്? 1972 ജൂണിൽ സ്റ്റോക്ക്ഹോമിൽ നടന്ന മാനവ പരിസ്ഥിതിയെക്കുറിച്ചുള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ സമ്മേളനത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി നടത്തിയ പ്രസംഗത്തിൽ നിന്നാണ് ജൂൺ 5 പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭ തുടങ്ങിയത്. ഇനി ആൽമിത്ര പട്ടേലിനെ കുറിച്ച് നമുക്ക് നോക്കാം കേട്ടോ. പരിസ്ഥിതി പ്രവർത്തകയും ഖരമാലിന്യ സംസ്കാരത്തെ കുറിച്ചുള്ള സുപ്രീം കോടതി കമ്മിറ്റി അംഗവുമാണ് ആര്? ആൽമിത്ര പാട്ടേൽ. അപ്പൊ ആൽമിത്ര പാട്ടേൽ ആരാണ്?
പരിസ്ഥിതി പ്രവർത്തകയും ഖരമാലിന്യ സംസ്കരണത്തിനുള്ള സുപ്രീം കോടതി കമ്മിറ്റിയിലെ അംഗവുമാണ്. ഇനി സുനിത നരേന്ദ്രൻ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നു. അപ്പൊ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? സുനിത നരേനാണ്. പരിസ്ഥിതി പ്രവർത്തകയും രാഷ്ട്രീയ പ്രവർത്തകയുമാണ്. സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റ് നിലവിലെ ഡയറക്ടർ ജനറൽ കൂടിയാണ് ആര്? സുനിത നരേൻ. അപ്പൊ സുനിത. ഇനി നമുക്ക് കുറച്ച് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആളുകളെ കുറിച്ച് ഒന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആൽമിത്ര പാട്ടേൽ ആണ്. പരിസ്ഥിതി പ്രവർത്തകയും ഖരമാലിന്യ സംസ്കരണത്തിലുള്ള സുപ്രീം കോടതി കമ്മിറ്റി അംഗവുമാണ് ആര്? ആൽമിത്ര പാട്ടേൽ. ഇനി സുനിത നരേന്റെ പ്രത്യേകത എന്താ? ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ്. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവാണ്. പരിസ്ഥിതി പ്രവർത്തകയും രാഷ്ട്രീയ പ്രവർത്തകയുമാണ്. സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റിന്റെ നിലവിലെ ഡയറക്ടർ ജനറൽ കൂടിയാണ് ആര്? സുനിത നരേൻ എന്ന് പറയുന്നത്. ഇനി മേധാ പട്കർ ആണ്. നർമദ ബച്ചാവോ ആന്തോളൻ എന്ന പരിസ്ഥിതി സംഘടനയുടെ സ്ഥാപക. നർമദ ബച്ചാവോ ആന്തോളൻ എന്ന പരിസ്ഥിതി സംഘടനയുടെ സ്ഥാപകയാണ്. ലോകത്തെ അണക്കെട്ടുകളും പരിസ്ഥിതി സാമൂഹ്യ സാമ്പത്തിക ആഘാതങ്ങളെ കുറിച്ച് പഠിക്കുന്ന അന്താരാഷ്ട്ര സംഘടനയായ വേൾഡ് കമ്മീഷൻ ഓഫ് ഡാംസ് എന്ന സംഘടനയുടെ പ്രതിനിധിയാണ് ആര്? മേധാ പട്കർ കേട്ടോ. അപ്പൊ ലോകത്തെ അണക്കെട്ടുകളും പാരിസ്ഥിതിക സാമൂഹ്യ സാമ്പത്തിക ആഘാതങ്ങളെ കുറിച്ച് പഠിക്കുന്ന അന്താരാഷ്ട്ര സംഘടനയായ വേൾഡ് കമ്മീഷൻ ഓഫ് ഡാംസ് എന്ന സംഘടനയുടെ പ്രതിനിധിയാണ് ആര്? മേധാ പട്കർ. നാഷണൽ അലയൻസ് ഓഫ് പീപ്പിൾസ് മൂവ്മെന്റ് എന്ന സംഘടനയുടെ സ്ഥാപക കൂടിയാണ് കേട്ടോ ഈ മേധാ പട്കർ. നാഷണൽ അലയൻസ് ഓഫ് പീപ്പിൾസ് മൂവ്മെന്റ് എന്ന സംഘടനയുടെ സ്ഥാപക കൂടിയാണ്. അടുത്തത് വന്ദന ശിവയാണ്. നവധാന്യ പ്രസ്ഥാനം സ്ഥാപിക്കുന്നതിൽ നേതൃത്വം നൽകിയ വനിതയാണ് ആര്? വന്ദന ശിവ. ധാന്യത്തിന്റെ ഗാന്ധി എന്നും ആരറിയപ്പെടുന്നു? വന്ദന ശിവ അറിയപ്പെടുന്നു. അപ്പം എന്താണ്? നർമദ ബച്ചാവോ ആന്തോളൻ പരിസംഘടനയുടെ സ്ഥാപകയാണ് ആര്? മേധാ പട്കർ. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് എന്നാണ് സുനിത നരേൻ അറിയപ്പെടുന്നത്. വന്ദന ശിവ എന്താ? നവധാന്യ പ്രസ്ഥാനം സ്ഥാപിക്കുന്ന നേതൃത്വം നൽകിയ വനിത കൂടിയാണ്. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ്. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്ന ആരാ? റേച്ചൽ കാഴ്സൺ ആണ് കേട്ടോ. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ് എന്ന് വിളിക്കുന്നത് ആരെയാണ്? റേച്ചൽ കാഴ്സനെയാണ്. ഇപ്പൊ തന്നെ പഠിച്ചു പോകട്ടെ. ഇമ്പോർട്ടന്റ് ആണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പല പ്രീവിയസ് ഇയർ ചോദ്യ പേപ്പറിൽ ഈ ഒരു ചോദ്യം കണ്ടിട്ടുണ്ട്. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ് റേച്ചൽ കാഴ്സൺ ആണ്. ഈ റേച്ചൽ കാഴ്സന്റെ വിഖ്യാതമായിട്ടുള്ള ഗ്രന്ഥമുണ്ട്. വളരെ പ്രശസ്തമായിട്ടുള്ള റേച്ചൽ കാഴ്സന്റെ ഗ്രന്ഥമുണ്ട്. ഏതാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ റേച്ചൽ കാഴ്സന്റെ ഗ്രന്ഥം? PSCയുടെ ഒരു ഇഷ്ടപ്പെട്ട ചോദ്യമാണ് കേട്ടോ. ഒരു 100 PSC പരീക്ഷ എടുത്ത് നോക്കുവാണെങ്കിൽ അതിനകത്ത് ഒരു 60 ചോദ്യ പേപ്പറിലെങ്കിലും ഒരു ചോദ്യം കാണാം. അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്. റേച്ചൽ കാഴ്സന്റെ വിഖ്യാത ഗ്രന്ഥം ഏതാ? സൈലന്റ് സ്പ്രിംഗ് ആണ്. ഏതാണ്? സൈലന്റ് സ്പ്രിംഗ്. സൈലന്റ് സ്പ്രിംഗിന്റെ അർത്ഥം എന്താ? നിശബ്ദ വസന്തം കേട്ടോ. എന്താ? നിശബ്ദ വസന്തം. ഇനി മലയാളത്തിലാണ് ചോദിക്കുന്നെങ്കിലും മാറിപ്പോവരുത്. നിശബ്ദ വസന്തം എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഗ്രന്ഥം രചിച്ച വ്യക്തിയാണ് ആര്? റേച്ചൽ കാഴ്സൺ. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നു. എന്തെന്നറിയപ്പെടുന്നു? ഇപ്പൊ തന്നെ പഠിച്ചേ. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവെന്ന് അറിയപ്പെടുന്നു. അതുകൂടാതെ റേച്ചൽ കാഴ്സൺ രചിച്ച നിശബ്ദ വസന്തം എന്നതിന്റെ ഉള്ളടക്കം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? പരിസ്ഥിതിയിൽ കീടനാശിനിയുടെ പ്രഖ്യാതമാണ്. അതായത് പരിസ്ഥിതി കീടനാശിനി എന്തുമാത്രം ഇഫക്റ്റ് ഉണ്ടാക്കുന്നു എന്നാണ് ആ ഒരു നിശബ്ദ വസന്തം എന്ന് പറയുന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ പരാമർശിച്ചിരിക്കുന്ന DDT യെ കുറിച്ചിട്ടാണ് കേട്ടോ. 1972 അമേരിക്കയിൽ DDT നിരോധിക്കാൻ കാരണം ഈ റേച്ചൽ കാഴ്സന്റെ നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന ഈ പുസ്തകമാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു പുസ്തകത്തിന്റെ ഇമ്പാക്ട് കൊണ്ട് ഒരു രാജ്യത്തില് DDT നിരോധിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ എത്രമാത്രം പ്രാധാന്യം ആ ഒരു പുസ്തകത്തിനുണ്ടെന്ന്. ഇനി നിശബ്ദ വസന്തം രചിച്ചത് ആരാണ്? റേച്ചൽ കാഴ്സൺ ആണ്. ഒറ്റ വൈക്കോൽ വിപ്ലവം ആരുടെയാ? മനസോബു ഫുക്കുവോക്കയുടെ ആണ് ഒറ്റ വൈക്കോൽ വിപ്ലവം. അത് ഇമ്പോർട്ടന്റ് ആണ്. ഒരു കുരുവിയുടെ പതനം ഏതാ? സലീം അലിയുടെ ആണ് ഒരു കുരുവിയുടെ പതനം എന്ന് പറയപ്പെടുന്നത്. സലീം അലി ഈ ഒരു പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്നത് ഏതാ? തട്ടേക്കാട് പക്ഷി സങ്കേതം ആണ്. തട്ടേക്കാട് പക്ഷി സങ്കേതം എവിടെ സ്ഥിതി ചെയ്യുന്നേ? എറണാകുളം ജില്ലയിലാണ്. അതുകൂടി ഓർത്ത് വെച്ചേരെ. ജൈവമണ്ഡലത്തിലെ ഓരോ ആവാസ വ്യവസ്ഥ അറിയപ്പെടുന്നതാണ് ബയോം എന്ന് പറയുന്നത്. ജൈവമണ്ഡലത്തിലെ ഓരോ ആവാസ വ്യവസ്ഥയും ഏത് പേരിൽ അറിയപ്പെടുന്നു? ബയോം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഉദാഹരണം പറയുവാണെങ്കിൽ വനങ്ങള്, പുൽമേടുകള്, മരുഭൂമികള്, ജലാശയങ്ങളൊക്കെ എന്താ? അതൊക്കെ ഓരോ ബയോമാണ്. കാരണം എന്താ? ജൈവമണ്ഡലത്തിലെ ഓരോ ആവാസ വ്യവസ്ഥയുമാണ് എന്തെന്നറിയപ്പെടുന്നത്? ബയോം എന്നറിയപ്പെടുന്നത്. അപ്പൊ വനങ്ങളിൽ എന്താ? പല രീതിയിലുള്ള മൃഗങ്ങളും പക്ഷികളും ഒരുപാട് കുഞ്ഞു കുഞ്ഞു ചെറിയ ജീവികളും അങ്ങനെ ഒരു ആവാസ വ്യവസ്ഥ വനത്തിനുണ്ടല്ലേ. അതുപോലെ പുൽമേടുകളിലും അങ്ങനെ ഒരു ചെറിയ ചെറിയ ജീവികളൊക്കെ ആയിട്ട് ഒരു ആവാസ വ്യവസ്ഥയുണ്ട്. മരുഭൂമികളിലും ഉണ്ട്. കൾമുളിച്ചെടികളും അത്തരത്തിലുള്ള ഉരകങ്ങളും പാമ്പുകളും അതുപോലെ മറ്റുള്ള ജീവികളും ഒക്കെ ആയിട്ട് എന്താ? മരുഭൂമിയിൽ ഒരു ആവാസ വ്യവസ്ഥയുണ്ട്. ജലാശയങ്ങളിലും ഉണ്ടല്ലേ ചെറിയ ചെറിയ പായലുകൾ, പൂപ്പലുകൾ പോലുള്ള ജലത്തിനടിയിൽ വളരുന്ന ചെറിയ
ജീവികള്, ചെറിയ ചെറിയ മീനുകളിൽ തന്നെ ഒരുപാട് വെറൈറ്റികൾ, ആമകള്, കക്കകള്, കൊഞ്ചുകള്, അങ്ങനെ ഒരുപാട് വെറൈറ്റി അവിടെ ഉണ്ടല്ലേ. അപ്പൊ ഒരു ജീവജാലങ്ങളുടെ ഒരു ജൈവമണ്ഡലത്തിൽ ഓരോ ആവാസ വ്യവസ്ഥയും അല്ലെങ്കിൽ ഓരോ ജീവൻ നിൽക്കുന്ന പല ഒരു ആവാസ വ്യവസ്ഥയും ഒക്കെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ബയോം എന്ന് വിളിക്കാം. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് ഏത്? എന്താണ്? ജൈവമണ്ഡലം എന്ന്, ബയോസ്ഫിയർ എന്ന് പറയുന്നത് അല്ലെ. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന എവിടെയാ? ബയോസ്ഫിയറിൽ, അതായത് എന്താ? ജൈവമണ്ഡലത്തിലാണ്. സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ 10ാമത്തെ ജൈവമണ്ഡലം അഗസ്ത്യമലയാണ്. സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ 10ാമത്തെ ജൈവമണ്ഡലം ഏതാണ്? അഗസ്ത്യമലയാണെന്ന് ഓർക്കുക കേട്ടോ. സ്ഥല, ജല, വായു മണ്ഡലങ്ങളിൽ വ്യാപിച്ചിരിക്കുന്നതും ഈ മണ്ഡലങ്ങളെ ആശ്രയിച്ച് നിലകൊള്ളുന്നതുമായ മണ്ഡലമാണ് ഏത്? ജൈവമണ്ഡലം. അപ്പൊ സ്ഥല, ജല, വായു മണ്ഡലങ്ങളിൽ വ്യാപിച്ചിരിക്കുന്നതും ഈ മണ്ഡലങ്ങളെ ആശ്രയിച്ച് നിലകൊള്ളുന്നതുമായ മണ്ഡലം ജൈവമണ്ഡലമാണ്. ജീവലോകത്തിന്റെ പ്രാഥമിക ഊർജ്ജ സ്രോതസ് എന്ന് പറയുന്ന ഏതാ? സൂര്യനാണ്. കരയിലും ജലത്തിലും അന്തരീക്ഷത്തിലും ഉൾപ്പെടുന്ന മുഴുവൻ സസ്യങ്ങളും ജന്തുക്കളും സൂക്ഷ്മജീവികളും ചേർന്നതാണ് ഏത്? ജൈവമണ്ഡലം. ജൈവമണ്ഡലത്തെ സംരക്ഷകർ എന്നറിയപ്പെടുന്ന ആരാ? സസ്യങ്ങളാണ്. സസ്യങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമുള്ള ഘടകങ്ങൾ ഏതൊക്കെയാ? കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, ധാതു ലവണങ്ങളൊക്കെ സസ്യങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ്. നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ജീവികളാണ് സൂക്ഷ്മജീവികൾ. നമ്മുടെ നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കാത്ത ജീവികളെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്? സൂക്ഷ്മജീവികൾ എന്ന് വിളിക്കുന്നത്. ജീവമണ്ഡലത്തിലെ സന്തുലിതമായി നിലനിർത്തുന്ന ജന്തുക്കൾ അത്യാന്താപേക്ഷിതമാണ്. എന്തിന്? ഒരു സന്തുലിത ഉണ്ടാക്കുന്നതിന് വേണ്ടി. ഭൂമിയുടെ ഉപരിതലത്തിൽ ചുറ്റുപാടിനേക്കാൾ സ്വാഭാവിക ഉയരത്തിൽ കാണപ്പെടുന്നവയാണ് ഏത്? മലനിരകൾ. അത് എല്ലാവർക്കും അറിയാം അല്ലെ. അപ്പോ സ്ഥല, ജല, വായു മണ്ഡലങ്ങളെ വ്യാപിച്ചിരിക്കുന്നതും ഈ മണ്ഡലങ്ങളെ ആശ്രയിച്ച് നിലകൊള്ളുന്നതുമായ മണ്ഡലം ഏതാണ്? ജൈവമണ്ഡലമാണ്. ജീവലോകത്തിന്റെ പ്രാഥമിക ഊർജ്ജ സ്രോതസ് ഏതാണ്? സൂര്യനാണ്. കരയിലും ജലത്തിലും അന്തരീക്ഷത്തിലും ഉൾപ്പെടുന്ന മുഴുവൻ സസ്യങ്ങളും ജന്തുക്കളും സൂക്ഷ്മജീവികളും ചേർന്നതാണ് ജൈവമണ്ഡലം എന്ന് പറയുന്നത്. ജൈവമണ്ഡലത്തിന് സംരക്ഷകർ ആരാണ്? സസ്യങ്ങളാണ്. സസ്യങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ ഘടകങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, ധാതു ലവണങ്ങളാണ്. നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ജീവികളാണ് സൂക്ഷ്മജീവികൾ എന്ന് പറയുന്നത്. ജീവമണ്ഡലത്തിലെ സന്തുലിത അവസ്ഥ നിലനിർത്തുന്നതിന് ജന്തുക്കൾ അത്യന്താപേക്ഷിതമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. ഭൂമിയുടെ ഉപചുറ്റിനേക്കാൾ സ്വാഭാവിക ഉയരത്തിൽ കാണപ്പെടുന്നവയാണ് ഏത്? മലനിരകൾ എന്ന് പറയുന്നത്. ഇനി ഒരു പ്രത്യേക പ്രദേശത്ത് പരസ്പരം ആശ്രയിക്കുകയും ജീവികവും അജീവികവുമായ ഘടകങ്ങൾ ഉൾപ്പെടുന്നതാണ് ഏത്? ആവാസ വ്യവസ്ഥ എന്ന് വിളിക്കുന്നത്. ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രത്യേക പ്രദേശത്ത് പരസ്പരം ആശ്രയിക്കുന്ന ജീവിയോ അജീവിയുമായിട്ടുള്ള ഘടകങ്ങൾ ഉൾപ്പെടുന്നതാണ് ഏത്? ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടാണ് ആവാസം. ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാട് ഏതാണ്? അത് ആവാസമാണ്. ജൈവമണ്ഡലത്തിന്റെ അടിസ്ഥാന ഘടകം ആവാസ വ്യവസ്ഥയാണ്. എക്കോസിസ്റ്റം ആണ് ഒരു ജൈവമണ്ഡലത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. എക്കോസിസ്റ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? സർ ആർതർ ജി ടാൻസിലിൻ ആണ് ആദ്യമായിട്ട് എക്കോസിസ്റ്റം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണം ചോദിക്കുകയാണെങ്കിൽ വനം, പുൽമേട്, മരുഭൂമി, കുളം, നദി, സമുദ്രം, തണ്ണീർത്തടം എല്ലാം ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണമാണ്. ഒരു ആവാസ വ്യവസ്ഥയിലെ ജീവികളെല്ലാം ചേർത്ത് പറയുന്നതാണ് ജീവി സമുദായം എന്ന്. അപ്പൊ ഒരു ആവാസ വ്യവസ്ഥയിലെ എല്ലാ ജീവികളെയും ചേർത്ത് നമുക്ക് എന്തെന്ന് വിളിക്കാം? ജീവി സമുദായം എന്ന് വിളിക്കാം. ഒരു പ്രത്യേക പ്രദേശത്ത് പരസ്പരം ആശ്രയിക്കുന്ന ജീവിയോ അജീവിയുമായിട്ടുള്ള ഘടകങ്ങൾ ഉൾപ്പെടുന്നതാണ് ആവാസ വ്യവസ്ഥ. ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായിട്ടുള്ള ചുറ്റുപാട്, ആ ജീവിക്കുമ്പോൾ ജീവിയുടെ ചുറ്റുമുള്ള പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് ആവാസം എന്ന് വിളിക്കുന്നത്. ജൈവമണ്ഡലത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്ന ആവാസ വ്യവസ്ഥയാണ്. ഇക്കോസിസ്റ്റം എന്ന പദം ആദ്യം ഉപയോഗിച്ചത് സർ ആർതർ ജി ടാൻസിലിയാണ്. ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണം വനം, പുൽമേട്, മരുഭൂമി, കുളം, നദി, സമുദ്രം, തണ്ണീർത്തടം ഒക്കെ ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണമാണ്. ആവാസ വ്യവസ്ഥ ജീവികളെല്ലാം ചേർത്ത് പറയുന്നതാണ് എന്ത്? ജീവി സമുദായം എന്ന് പറയുന്നത്. ഇനി ജീവി സമുദായത്തിലെ ഓരോ പ്രത്യേകം വർഗം ജീവിയെയും ജീവിഗണം എന്ന് വിളിക്കുന്നു അല്ലെ. അപ്പൊ ഓരോ ആവാസ വ്യവസ്ഥയിലെ ഒരു പ്രത്യേക സമൂഹത്തെ വർഗത്തെ ജീവിഗണം എന്ന് വിളിക്കുന്നു. അപ്പൊ ഒരു പുൽമേട് എന്ന് പറഞ്ഞ ആവാസ വ്യവസ്ഥയില് തവളകൾ ഉണ്ടാകാം, അതുപോലെ തന്നെ പുൽച്ചാടികൾ ഉണ്ടാവും. അപ്പൊ തവളകളുടെ എല്ലാം ഒരു വിഭാഗത്തെ ജീവിഗണം എന്ന് വിളിക്കാം അല്ലെ. അതുപോലെ പുൽച്ചാടികളുടെ വിഭാഗത്തെ ജീവിഗണം എന്ന് വിളിക്കാം. കാരണം എന്താ? അപ്പൊ ഈ പുൽമേടില് ജീവിക്കുന്ന തവള ആയിക്കോട്ടെ, പുൽച്ചാടി ആയിക്കോട്ടെ, പാമ്പായിക്കോട്ടെ, പഴുതാര ആയിക്കോട്ടെ, പല്ലി ആയിക്കോട്ടെ, ഇവയെല്ലാം കൂടെ ചേർന്നതാണ് എന്ത്? ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. കാരണം ആ പുൽത്തകിടി മുതൽ അവിടെയുള്ള ചുറ്റുപാട് എല്ലാം ചേർന്നാണ് ആവാസ വ്യവസ്ഥ. പക്ഷെ ജീവിഗണം എന്ന് പറയുമ്പോൾ ഓരോ സമുദായത്തിൽപ്പെട്ട ജീവികളാണ്. ഒരു പ്രത്യേക സമുദായം അല്ലെങ്കിൽ ഒരു പ്രത്യേക വർഗത്തിൽപ്പെട്ടത് അതല്ലേ. അപ്പൊ തവളയാണെങ്കിൽ തവളയുടെ ആ ഒരു വർഗം,
പല്ലിയാണെങ്കിൽ എങ്ങനെയാ, പല്ലിയുടെ ഒരു വർഗം. ഇപ്പൊ ചെറിയ ചെറിയ സൂക്ഷ്മജീവികളാണെങ്കിൽ എങ്ങനെയാ, സൂക്ഷ്മജീവികളുടെ ഒരു വർഗം. അങ്ങനെ പ്രത്യേകം പ്രത്യേകം ജീവിഗണം അല്ലെ ജീവിവർഗത്തിൽപ്പെട്ടിട്ടുള്ള ആ ഒരു കൂട്ടത്തെയാണ് നമുക്ക് ജീവിഗണം എന്ന് വിളിക്കാം. രണ്ട് ജീവി സമൂഹങ്ങൾ കൂടിച്ചേർന്ന ഇടമാണ് ഏത്, ഇക്കോട്ടോൺ എന്ന് പറയുന്നത് അല്ലെ. ഇക്കോട്ടോൺ എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് ജീവ സമൂഹങ്ങൾ കൂടിച്ചേരുന്നത്. ഇപ്പൊ വനവും പുൽമേടും ചേർന്ന ഭാഗം എന്താ, ഇക്കോട്ടോൺ. വനം എന്ന് പറയുന്നത് പ്രത്യേകമായിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥയും പുൽമേടും പ്രത്യേക ആവാസ വ്യവസ്ഥ നമുക്ക് തിരിച്ചെടുക്കാം. പക്ഷെ രണ്ടും കൂടെ ചേരുമ്പോൾ എന്താകും, രണ്ട് ജീവ സമൂഹങ്ങൾ കൂടി ചേർന്ന ഒരിടമാണ് ഏത്, ഇക്കോട്ടോൺ എന്ന് വിളിക്കുന്നത്. ഇനി ഒരു ജീവിയുടെ ചുറ്റുപാടുള്ളതും അതിന്റെ നിലനിൽപ്പിന് സ്വാധീനം ചെലുത്തുന്നതുമായ മറ്റു ജീവികളും അവയുടെ പ്രവർത്തനങ്ങളുമാണ് ജീവിക ഘടകങ്ങൾ എന്ന് വിളിക്കുന്നത് അല്ലെ. ഒരു ജീവിയെ ചുറ്റുപാടിലുള്ളതും അതിന്റെ നിലനിൽപ്പിന് സ്വാധീനം ചെലുത്തുന്നതുമായ മറ്റു ജീവിയുടെ അവയുടെ പ്രവർത്തനങ്ങളെ ഒക്കെ കൂടി ചേർത്ത് നമുക്ക് എന്ന് വിളിക്കാം, ജീവിയ ഘടകങ്ങൾ എന്ന് വിളിക്കാം അല്ലെ. കുളത്തിലെ ജീവിയ ഘടകങ്ങൾ ഏതൊക്കെയാ, ജലസസ്യങ്ങള്, ചെറുമീനുകള്, ചെറുപ്രാണികള് ഒക്കെ കാണും അല്ലെ. അതൊക്കെ എന്താ, ഒരു ജീവിക ഘടകമായിട്ട് അല്ലെ ജീവിക ഘടകങ്ങളായിട്ട് മാറുന്നു. ഇപ്പൊ ഒരു പുൽമേട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ അവിടെ ചെറിയ ചെറിയ സസ്യങ്ങൾ ഉണ്ടായിരിക്കും, അതുപോലെ ചെറിയ ചെറിയ കുറ്റി പുല്ലുകൾ ഉണ്ടായിരിക്കും, പുൽച്ചാടി ഉണ്ടായിരിക്കും, തവള ഉണ്ടായിരിക്കും, പാമ്പ് ഉണ്ടായിരിക്കും, അണ്ണാൻ ഉണ്ടായിരിക്കും. ഇതെല്ലാം കൂടി ചേർന്നിട്ട് ഒരു ഘടകമാണ് അവിടെ വരുന്നത് അല്ലെ. അപ്പൊ അതിനെയൊക്കെ നമുക്ക് കൂട്ടിച്ചേർത്തെന്ന് വിളിക്കാം, എന്താ, ഒരു ജീവിക ഘടകങ്ങളാക്കി അതിനൊക്കെ പറയാനായിട്ട് സാധിക്കും അല്ലെ. ചുറ്റുമുള്ള താപം, പ്രകാശം, ജലം, മണ്ണ് തുടങ്ങിയ ഘടകങ്ങളാണ് അജീവീയ ഘടകങ്ങൾ. അപ്പൊ ഇതിനെല്ലാം ചേർത്തെന്ന് വിളിക്കുന്നു എന്താണ്, ഒരു ജീവിയുടെ ചുറ്റുപാടുമുള്ളതും അതിന്റെ നിലനിൽപ്പിന് സ്വാധീനം ചെലുത്തുന്നതുമായ മറ്റു ജീവികളുടെ അവിടെ പ്രവർത്തനങ്ങളുമാണ് ജീവിയ ഘടകങ്ങളായിട്ട് വരുന്നത്. കുളത്തിലെ ജീവിയ ഘടകങ്ങൾ ഏതൊക്കെയാ, ജലസസ്യങ്ങൾ, ചെറുമീനുകൾ, ചെറുപ്രാണികളാണ്. ചുറ്റുപാടുമുള്ള താപം, പ്രകാശം, ജലം, മണ്ണ് തുടങ്ങിയ ഘടകങ്ങളെ അജീവീയ ഘടകങ്ങൾ എന്ന് വിളിക്കുന്നു. ഒരു ആവാസ വ്യവസ്ഥയിൽ ഓരോ വർഗത്തിൽപ്പെട്ട ഒരു കൂട്ടം ജീവികൾ ഉൾപ്പെടുന്നതാണ് ഏത്, ജീവസമഷ്ടി എന്ന് പറയുന്നത്. അതായത് പോപ്പുലേഷൻ എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒരു ആവാസം എല്ലാ വർഗത്തിൽപ്പെട്ട ഒരു കൂട്ടം ജീവികളാണ് ജീവസമഷ്ടി. അല്ലെങ്കിൽ ഭക്ഷ്യോർജം ഉപഭോക്താക്കളിലേക്ക് ഭക്ഷിക്കുകയും ഭക്ഷിക്കപ്പെടുകയും ചെയ്യുന്നവർ വഴി വിവിധ തലങ്ങളിൽ മാറ്റപ്പെടുന്ന ശൃംഖലയാണ് ഏത്, ഭക്ഷ്യ ശൃംഖല എന്ന് പറയുന്നത്. അപ്പൊ ഉൽപ്പാദിപ്പിച്ച് അത് എന്താണ്, ഒരാൾക്ക് ഭക്ഷിച്ച് മറ്റൊരാൾ ഭക്ഷിച്ച് അങ്ങനെ അങ്ങനെ ഈ ഒരു ഭക്ഷ്യ ശൃംഖല എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് നീണ്ടു പോകുന്നു. അത് വിഘടിച്ച് മണ്ണോട് മണ്ണ് ചേർന്നത് വരെ എന്താണ്, ഈ ഭക്ഷ്യ ശൃംഖലയിലേക്ക് എത്തപ്പെടുന്നു. ആ ഉൽപാദകരിൽ നിന്ന് ഭക്ഷ്യോർജ്ജ ഉപഭോക്താക്കളിലേക്ക് അത് ഭക്ഷിക്കുകയും ഭക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത് വഴി വിവിധ തലങ്ങളിലൂടെ ഊർജ്ജം എന്ത് ചെയ്യുന്നു, കൈമാറ്റപ്പെടുന്നു. ഇതിനാണ് നമുക്ക് എന്ത് വിളിക്കാം, ഭക്ഷ്യ ശൃംഖല എന്ന് വിളിക്കാം കേട്ടോ. അപ്പോ ഭക്ഷ്യ ശൃംഖലയിലെ ആദ്യ കണ്ണി എന്ന് പറഞ്ഞ ഇതാ ഉൽപാദകരാണ്. ആരാണ് ഉൽപാദകർ, ഹരിത സസ്യങ്ങൾ അല്ലെ. ഹരിത സസ്യങ്ങളാണ് ഭക്ഷ്യ ശൃംഖലയിലെ ഫസ്റ്റ് കണ്ണി എന്ന് പറയുന്നത്. അവരാണ് എന്ത് ചെയ്യുന്നത്, ആദ്യം ഉൽപാദിപ്പിക്കപ്പെടുന്നത്. സസ്യങ്ങളെ ഭക്ഷിക്കുന്നവർ സസ്യഭോജി എന്ന് വിളിക്കുന്നു. ജന്തുക്കളെ ഭക്ഷിക്കുന്ന ജീവികളോ മാംസഭോജികൾ എന്ന് വിളിക്കുന്നു. ജന്തുക്കളെയും സസ്യങ്ങളെയും ഭക്ഷിക്കുന്ന ജീവികളോ മിശ്രഭോജികൾ എന്ന് വിളിക്കുന്നു. മനുഷ്യൻ എങ്ങനെയാ, മനുഷ്യനൊരു മിശ്രഭോജിയാണ്. ജന്തുക്കളെയും ഭക്ഷിക്കും സസ്യങ്ങളെയും ഭക്ഷിക്കും. അതുകൊണ്ട് മനുഷ്യൻ ഒരു മിശ്രഭോജിയാണെന്ന് പറയാം അല്ലെ. അപ്പൊ സസ്യങ്ങളെ ഭക്ഷിക്കുന്നവർ സസ്യഭോജി, ജന്തുക്കളെ ഭക്ഷിക്കുന്നവർ മാംസഭോജി, ജന്തുക്കളെയും സസ്യങ്ങളെയും ഭക്ഷിക്കുന്നവരോ മിശ്രഭോജികളാണ്. ഭക്ഷ്യശൃംഖലയിലെ അവസാന കണ്ണി വിഘാടകരാണ്. അപ്പൊ ഓർക്കണേ, ഒരു ഭക്ഷ്യശൃംഖല എന്ന് പറയുന്നത് ഒരാൾ എന്താണ് ഉൽപാദനം മുതൽ ആ ഒരു പ്രൊഡക്റ്റ് തീരുന്നത് വരെ ഓരോരുത്തരെയും മാറി മാറി മാറിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത് തുടങ്ങുന്നത് ആരിൽ നിന്നാണ്, ഹരിത സസ്യങ്ങളിൽ നിന്നാണ്. അപ്പൊ ഭക്ഷ്യശൃംഖലയിലെ ആദ്യത്തെ കണ്ണി എന്ന് പറയുന്ന ആരാ, ഹരിത സസ്യങ്ങളാണ്. ആ ഭക്ഷ്യശൃംഖല അവസാനിക്കുന്ന എവിടെയാ, വിഘാടകരിലാണ് അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭക്ഷ്യശൃംഖലയിലെ അവസാന കണ്ണി എന്ന് പറയുന്നത് ആരാണ്, വിഘാടകരാണ്. ഭക്ഷ്യശൃംഖല രണ്ട് തരത്തിൽ കാണാൻ പറ്റും അല്ലെ. ഒന്ന് ഗ്രേസിംഗ് ഭക്ഷ്യശൃംഖലയും മറ്റൊന്ന് ഏതാണ്, ഡ്രാട്രിറ്റസ് ഭക്ഷ്യശൃംഖലയും. ഗ്രേസിംഗ് ഭക്ഷ്യശൃംഖല ഹരിതസസ്യങ്ങളിൽ നിന്ന് ആരംഭിക്കുന്നു. അപ്പൊ ഗ്രേസിംഗ് ഭക്ഷ്യശൃംഖല എങ്ങനെയാ, പുല്ല് എന്ന് പറയുന്നത് എന്താ, അതൊരു ഹരിത സസ്യമാണ്. പുല്ല് ആര് കഴിക്കുന്നു, പുൽച്ചാടി കഴിക്കുന്നു. പുൽച്ചാടി ആര് കഴിക്കുന്നു, തവള കഴിക്കുന്നു. തവളയോ പാമ്പ് കഴിക്കുന്നു. പാമ്പിനെയോ പരുന്ത് കഴിക്കുന്നു. ഇനി പരുന്ത് ചത്തു കഴിഞ്ഞാൽ ആര് കഴിക്കും, ബാക്ടീരിയ കഴിക്കും. ബാക്ടീരിയ എന്ന് പറഞ്ഞ വിഘാടകരാണ്. അത് കഴിച്ച് ആ ഒരു ബോഡി എന്താ, മണ്ണിലെ ചെറു സൂക്ഷ്മജീവികളൊക്കെ കഴിച്ചത് മണ്ണോടുകൂടി അലിഞ്ഞു തീരുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഒരു ഭക്ഷ്യശൃംഖല എന്ന് പറയുന്നത്. അതായത് ഹരിത സസ്യങ്ങളിൽ തുടങ്ങി എവിടെ അവസാനിക്കുന്നു, വിഘാടകരിൽ അവസാനിക്കുന്നു. ഇതാണ് ഇത്തരത്തിലുള്ള ഭക്ഷ്യശൃംഖല. എങ്ങനെയാ അത് എന്താ, ഗ്രേസിംഗ് ഭക്ഷ്യശൃംഖല എന്ന പേരിൽ അറിയപ്പെടുന്നു. പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ്, പരുന്ത്, ബാക്ടീരിയ. പുല്ല് എന്ന് പറയുന്ന ഹരിത സസ്യമാണ്. ഹരിത സസ്യത്തെ പുൽച്ചാടി കഴിക്കുന്നു, പുൽച്ചാടിയെ തവള കഴിക്കുന്നു, തവളയെ പാമ്പ് കഴിക്കുകയും പാമ്പിനെ പരുന്ത് കഴിക്കുകയും പരുന്തിനെ അവസാനം ബാക്ടീരിയ, പരുന്ത് ചത്ത് കഴിയുമ്പോൾ ബാക്ടീരിയ ആയിട്ട് മണ്ണിലേക്ക് വിഘടിച്ചു ചേരുകയുമാണ് ചെയ്യുന്നത്. ഇനി ഡ്രാക്റ്റിൻ ഭക്ഷ്യശൃംഖലയിലെ മാതൃകാർബണിക വസ്തുക്കളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അതായത് എന്ത് സംഭവിക്കുന്നു, മണ്ണിലെ
അത് നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങാം. ഇപ്പൊ പരുന്ത് എങ്ങനെയാണ്? പരുന്ത് ചത്ത് അത് ബാക്ടീരിയ ആവുകയും പിന്നെ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അതായത് ലാസ്റ്റ് വരുന്ന ആ ഒരു പോർഷനിൽ നിന്നാണ് പിന്നെ എന്ത് തുടങ്ങുന്നത്? നമ്മുടെ ഡ്രാക്റ്റിംഗ് ഭക്ഷ്യ ശൃംഖല തുടങ്ങുന്നതെന്ന് പറയാം അല്ലെ. അതായത് മാതൃകണിക വസ്തുക്കൾ എന്താണോ മരിച്ചു കിടക്കുന്നത് ആ ഒരു കണിക വസ്തുക്കളിൽ നിന്ന് ആര് കഴിക്കുന്നു? വിഘാടകർ കഴിക്കുന്നു. വിഘാടകർ അത് കഴിച്ചിട്ട് വിഘാടകർ എന്ന് പറഞ്ഞാൽ എന്താ? മണ്ണിലെ പരാതം, പിന്നെ ചെറിയ ചെറിയ മണ്ണിലെ മാംസഭോജികള്, പിന്നെ വലിയ മാംസഭോജികൾ അവസാനം മണ്ണോട് മണ്ണായിട്ട് എന്തിലേക്ക് മാറുന്നു? വിഘാടകരിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഭക്ഷ്യശൃംഖല എന്ന് പറഞ്ഞ എന്താണ്? ഇത്തരത്തിലുള്ള ആദ്യ കണ്ണി ഉൽപാദകരും അവസാന കണ്ണി വിഘാടകരുമാണ്. രണ്ട് രീതിയിലാണ് വരുന്നത്. ഗ്രേസിംഗ് ഭക്ഷ്യശൃംഖലയും ഡ്രൈറ്റിംഗ് ഭക്ഷ്യശൃംഖലയുമായിട്ട് ഇത് വരുന്നുണ്ട്. ഇനി മാംസഭോജികൾ സസ്യങ്ങളെ നേരിട്ട് ഭക്ഷിക്കുന്നു. ഉദാഹരണം പശു, പുൽച്ചാടിയൊക്കെ അതിന് ഉദാഹരണമായിട്ട് വരുന്നുണ്ട്. സസ്യഭോജികള് സ്വപോഷികളായ സസ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നേരിട്ട് ഭക്ഷിക്കുന്നുണ്ട്. ഭക്ഷ്യശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കൾ എന്ന് പറയുന്ന സസ്യഭുക്കാണ്. കാരണം ആദ്യം ഹരിസസ്യങ്ങളെ പുൽച്ചാടി തിന്നു നമ്മൾ പഠിച്ചു. അതെന്താ? പുൽച്ചാടി ഫസ്റ്റ് വരുന്ന പുൽച്ചാടി ഒരു സസ്യഭുക്കായിരിക്കും. ആദ്യ ഭക്ഷ്യശൃംഖലയിൽ ഹരിസസ്യങ്ങളെ ഭക്ഷിക്കുന്നത് ആരോ അവരൊരു സസ്യഭുക്കായിരിക്കും. ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ അറിയപ്പെടുന്നത് സ്വപോഷികൾ എന്നാണ്. അപ്പൊ ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ ഏത് പേരിൽ അറിയപ്പെടുന്നു? സ്വപോഷികൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ആവാസ വ്യവസ്ഥയിലെ സ്വപോഷികൾ എന്ന് പറയുന്ന ആരാണ്? ഹരിത സസ്യങ്ങളാണ്. അപ്പോ ആവാസ വ്യവസ്ഥയിൽ ഉൽപാദകർ എപ്പോഴും എന്താണ്? സ്വപോഷികളാണ്. ആവാസ വ്യവസ്ഥയിൽ സ്വപോഷികൾ അല്ലെങ്കിൽ ഉൽപാദകർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ ആരാ? ഹരിത സസ്യങ്ങളാണ്. ആഹാര നിർമ്മിതിക്ക് സൗരോർജ്ജം ഉപയോഗിക്കുന്ന സ്വപോഷികൾ പ്രകാശപോഷികൾ എന്നും വേണേൽ വിളിക്കാം. അപ്പോ ഈ ഹരിത സസ്യം എങ്ങനെയാണ് ആഹാരം നിർമ്മിക്കുന്നത്? ഇലയില് സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടുകൂടിയാണ് ആഹാരം നിർമ്മിക്കുന്നത്. അപ്പൊ ആഹാരം നിർമ്മിക്കുന്ന സൗരോർജ്ജം ഉപയോഗിക്കുന്ന സ്വപോഷികളെ പ്രകാശപോഷികൾ എന്നും കൂടി നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും. സമുദ്രത്തിന് മുകളിൽ സ്വതന്ത്രമായി പൊങ്ങിക്കിടക്കുകയും പ്രകാശ സംശ്ലേഷണത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന സൂക്ഷ്മ ജീവികളാണ് ഏത്? സസ്യപ്ലവകങ്ങൾ എന്ന് വിളിക്കുന്നത്. സസ്യപ്ലവകങ്ങൾ എങ്ങനെയാ? സമുദ്രത്തിന് മുകളിൽ സ്വതന്ത്രമായി പൊങ്ങിക്കിടക്കുകയും പ്രകാശ സംശ്ലേഷണത്തിൽ ഏർപ്പെടുകയും സൂക്ഷ്മ ജീവികളാണ് ഏത്? സസ്യപ്ലവകങ്ങൾ എന്ന് വിളിക്കുന്നു. സസ്യഭോജികള് സ്വപോഷികളായിട്ടുള്ള സസ്യങ്ങൾ നേരിട്ട് ഭക്ഷിക്കുന്നവയാണ്. അതിന് ഉദാഹരണമായിട്ട് പശു, പുൽച്ചാടി. കാരണം പശുവും പുൽച്ചാടിയൊക്കെ സസ്യങ്ങളെ നേരിട്ട് ഭക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഈ ഹരിത സസ്യങ്ങൾ കഴിഞ്ഞ പിന്നീട് വരുന്ന എപ്പോഴും എങ്ങനെയായിരിക്കും? ഒരു സസ്യഭോജികൾ അല്ലെങ്കിൽ സസ്യഭുക്കുകളായിരിക്കും. ആവാസ വ്യവസ്ഥ ഉൽപാദകർ എന്നാണ് സ്വപോഷികൾ എന്നറിയപ്പെടുന്നു. ആവാസ വ്യവസ്ഥ സ്വപോഷികൾ എന്ന് പറയുന്ന ഹരിത സസ്യങ്ങളാണ്. ആഹാരം നിർമ്മിക്കുന്ന സ്വപോഷികൾ എന്താണ്? പ്രകാശപോഷികൾ എന്നും പറയും. കാരണം പ്രകാശം ഉപയോഗിച്ചിട്ടാണ് ഈ ഹരിത സസ്യങ്ങൾ എന്ത് ചെയ്യുന്നത്? ആഹാരം നിർമ്മിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇനി ആഹാര നിർമ്മിതിക്ക് മറ്റ് രാസവസ്തുക്കൾ വിഘടിച്ച് അവയിൽ നിന്ന് ഊർജ്ജം ഉപയോഗിക്കുന്ന സ്വപോഷികളാണ് രാസപോഷികൾ എന്ന് വിളിക്കുന്നത്. അപ്പോ ഹരിത സസ്യങ്ങൾ എന്ന് പറയുന്ന ഒരു ഭക്ഷ്യശൃംഖലയിലെ ആദ്യത്തെ കണ്ണിയാണ്. അവർ ആഹാരം നിർമ്മിക്കുന്ന എന്താണ്? പ്രകാശം ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് അവർക്ക് നമുക്ക് എന്തെന്ന് വിളിക്കാം? പ്രകാശപോഷികൾ എന്നും വേണമെങ്കിൽ വിളിക്കാം. അപ്പൊ ആഹാര നിർമ്മിതിക്ക് മറ്റ് രാസവസ്തുക്കൾ വിഘടിച്ച് അവയിൽ നിന്ന് ഊർജ്ജം ഉപയോഗിക്കുന്നവയെ രാസപോഷികൾ എന്ന് വിളിക്കുന്നു. സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ കഴിവില്ലാത്തതും ആഹാരത്തിനെ നേരിട്ടോ അല്ലാതെയോ സ്വപോഷികളെ ആശ്രയിക്കുന്നതുമായിട്ടുള്ള ജീവികളെ പാരപോഷികൾ എന്ന് വിളിക്കുന്നു. അപ്പൊ എന്താണ്? സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ കഴിവില്ലാത്തതും ആഹാരത്തിനായി നേരിട്ടോ അല്ലാതെയോ സ്വപോഷികളെ ആശ്രയിക്കുന്നതുമായിട്ടുള്ള ജീവികളെ പരപോഷികൾ എന്ന് വിളിക്കുന്നു. ആഹാരത്തിനെ സ്വപോഷികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആഹാരത്തെ ആശ്രയിക്കുന്ന ജീവികൾ ഉപഭോക്താക്കൾ. അപ്പൊ ആഹാരത്തിനായി സ്വപോഷികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആഹാരത്തെ ആശ്രയിക്കുന്ന ജീവികൾ ആരാണ്? ഉപഭോക്താക്കളാണ്. ജന്തുക്കളെ ഭക്ഷിച്ച് ജീവിക്കുന്ന ജീവികളാണ് മാംസഭോജികൾ. അപ്പൊ ഉദാഹരണം സിംഹം, അതുപോലെ തന്നെ എന്താണ്? പുലി, കടുവ തുടങ്ങിയിട്ടുള്ള മാംസം ഭക്ഷിച്ച് ജീവിക്കുന്ന, നേരിട്ട് മാംസത്തെ സ്വീകരിക്കുകയാണല്ലോ അവർ ചെയ്യുന്നത്. അപ്പൊ ജന്തുക്കളെ ഭക്ഷിച്ച് ജീവിക്കുന്ന ജീവികളെ മാംസഭോജികൾ എന്ന് വിളിക്കുന്നു. ഭക്ഷ്യശൃംഖലയിലെ ദ്വിതീയ ഉപഭോക്താക്കളാണ് മാംസഭുക്ക് എന്ന് പറയുന്നത്. ഭക്ഷ്യശൃംഖലയിലെ ദ്വിതീയ ഉപഭോക്താക്കൾ ആരാണ്? മാംസഭുക്കാണ്. അപ്പൊ ആഹാര നിർമ്മിതിക്ക് മറ്റ് രാസവസ്തുക്കളെ വിഘടിച്ച് അവയിൽ നിന്ന് ഊർജ്ജം ഉപയോഗിക്കുന്ന സ്വപോഷികൾ രാസപോഷികൾ. സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ കഴിവില്ലാത്തതും ആഹാരത്തിനെ നേരിട്ടോ അല്ലാതെയോ സ്വപോഷികളെ ആശ്രയിക്കുന്നതുമായ ജീവികൾ പാരപോഷികൾ എന്ന് വിളിക്കുന്നു. ആഹാരത്തിനെ സ്വപോഷികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആഹാരത്തെ ആശ്രയിക്കുന്ന ജീവികൾ ഉപഭോക്താക്കൾ. ജന്തുക്കൾ ഭക്ഷിച്ച് ജീവിക്കുന്ന ജീവികൾ മാംസഭോജികൾ. ഭക്ഷ്യശൃംഖലയിലെ ദ്വിതീയ ഉപഭോക്താക്കൾ മാംസഭുക്കുകൾ എന്ന് പറയുന്നു. ജീവികളും പരിസരവുമായുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് ഏത്? ഇക്കോളജി എന്ന് പറയുന്നത്. സൈറ്റോളജി എന്താ? കോശത്തെക്കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി. ബയോളജി ജീവജാലങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണ് ബയോളജി. ബോട്ടണി സസ്യജാലങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണ് ബോട്ടണി. സുവോളജി ജന്തുജാലങ്ങളെ കുറിച്ചാണ് സുവോളജി പഠിക്കുന്നത്. ഇക്കോളജി എന്താ? ജീവികളും പരിസരവുമായുള്ള പരസ്പര ബന്ധത്തെ കുറിച്ച് പഠിക്കുന്നു. സൈറ്റോളജി കോശങ്ങളെ കുറിച്ചുള്ള പഠനം. ബയോളജി ജീവജാലങ്ങളെ കുറിച്ചുള്ള പഠനം. ബോട്ടണി സസ്യജാലങ്ങളെ കുറിച്ചുള്ള പഠനം. സുവോളജി ജന്തുജാലങ്ങളെ കുറിച്ചുള്ള പഠനവുമാകുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം.
എന്നാണ് ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്? എന്നാണ്? ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം എന്ന് പറയുന്നത്. താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം? ഏതാണ്? അത് പരിസ്ഥിതിയാണ്. അടിസ്ഥാന ഘടകം ഈ പറയുന്നതിൽ പരിസ്ഥിതിയാണ്. താഴെ പറയുന്നവ 2022 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഒരു ഭൂമി മാത്രം. എന്താണ്? ഒരു ഭൂമി മാത്രം എന്നതാണ്. 2022 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? ഏതാണ്? സ്വീഡൻ ആണ് കേട്ടോ. സ്വീഡൻ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. 2021 ലോക പരിസ്ഥിതി ദിനത്തിന്റെ മുദ്രാവാക്യം എന്താണ്? 2021 എന്താണ്? പരിസ്ഥിതി പുനഃസ്ഥാപനമാണ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ് വരുന്നത് കേട്ടോ. 2021 പരിസ്ഥിതി ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഏതാണ് 2021? പാകിസ്ഥാൻ ആയിരുന്നു കേട്ടോ. അടുത്തത് 2020 വർഷത്തിലെ പരിസ്ഥിതി ദിനത്തിന്റെ മുഖ്യ പ്രമേയം എന്തായിരുന്നു? ജൈവ ദിനത്തെ ആഘോഷിക്കുക എന്നാണ് കേട്ടോ. ജൈവ വൈവിധ്യത്തെ ആഘോഷിക്കുക. ജൈവ വൈവിധ്യത്തെ ആഘോഷിക്കുക. അടുത്തത് പാരിസ്ഥിതിക പ്രശ്നങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന റേച്ചൽ കാഴ്സന്റെ പുസ്തകം ഏത്? ഞാൻ പറഞ്ഞില്ലേ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതാത്? നിശബ്ദ വസന്തം. DDTയുമായി ബന്ധപ്പെട്ട് അമേരിക്ക ഈ പുസ്തകം വന്നോട് DDT ഒക്കെ നിരോധിക്കുകയുണ്ടായി. അതുപോലെ തന്നെ എന്താ ഈ പുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്നത്? ഈ രാസവസ്തുക്കളുടെ ഉപയോഗം, കീടനാശിനിയുടെ ഉപയോഗം പരിസ്ഥിതിയിൽ എന്ന കോൺസെപ്റ്റ് ആണ് അതിനകത്ത് വരുന്നത്. റേച്ചൽ കാഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ വിഷയം എന്താണ്? എന്താണ്? DDT ആണ്. DDT. അടുത്തത് DDT പോലുള്ള കീടനാശിനി സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം എഴുതിയത് ആര്? ആരാ? റേച്ചൽ കാഴ്സൺ ആണ് അല്ലെ. റേച്ചൽ കാഴ്സൺ. 1922 അമേരിക്ക DDT നിരോധിക്കാൻ കാരണമായ പുസ്തകം ഏത്? ഏതാ? സൈലന്റ് സ്പ്രിംഗ് ആണ്. കാരണം കണ്ടോ എത്രമാത്രം ചോദ്യങ്ങളെ ചോദിച്ചേക്കണേ നോക്കി, അത്ര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് എന്തായാലും മറക്കാതെ പഠിച്ചിരിക്കണം. ജൈവമണ്ഡലത്തിലെ സംരക്ഷകർ എന്നറിയപ്പെടുന്നത് ആരാ? നമ്മൾ പഠിച്ചിരുന്ന അല്ലെ. സസ്യങ്ങളാണ് ജൈവമണ്ഡലത്തിന്റെ സംരക്ഷകർ എന്ന് പറയുന്നത്. ഭക്ഷ്യശൃംഖലയിലെ അവസാന കണ്ണി മാംസഭോജി ആണെങ്കിൽ ആദ്യത്തെ കണ്ണി ആരാണ്? നമ്മൾ പഠിച്ചു. ആദ്യത്തെ കണ്ണി ആരാ? ഹരിത സസ്യങ്ങളാണ് ആദ്യത്തെ കണ്ണിയായിട്ട് വരുന്നത്. ഭക്ഷ്യശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കൾ ആരാണ്? പഠിച്ചല്ലേ. ആരാണ് പ്രാഥമിക ഉപഭോക്താക്കള്? ഹരിത സസ്യങ്ങൾ കഴിക്കുന്നവര്. ആരാ? സസ്യഭുക്കാണ് പ്രാഥമിക ഉപഭോക്താക്കള്. ജൈവ അവശിഷ്ടങ്ങൾ വിഘടിച്ച് മണ്ണിനോട് ചേർക്കുന്ന സൂക്ഷ്മ ജീവികൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? പഠിച്ചില്ലേ. ഏതാ? വിഘാടകർ എന്ന പേരിൽ അറിയപ്പെടുന്നു. വിഘാടക വിഭാഗത്തിൽപ്പെടുന്ന കണ്ടെത്തുക. ഇതിൽ ഏതാണ് വിഘാടകർ എന്ന് പറയുന്നത്? ബാക്ടീരിയ ആണ് വിഘാടകരായിട്ട് വരുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് പഠിച്ചു പോയത്. പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളെ കുറിച്ചുള്ള ടോപ്പിക്കിൽ ഇനിയും പഠിക്കാനുണ്ട്. അതുകൊണ്ട് അടുത്ത ക്ലാസ് നമുക്ക് പഠിക്കാം. കാരണം ഇത് ലെങ്തി ക്ലാസ് ആയിട്ട് പോകും. നമുക്ക് പഠിക്കാനായിട്ട് ബോറടിക്കും. അപ്പോൾ ഇത്രയും നിങ്ങൾ എന്തായാലും പഠിക്കണം. കാരണം റിപ്പീറ്റഡ് ചോദ്യങ്ങളെ കണ്ട് എത്രമാത്രമാണ് ചോദിച്ചേക്കുന്നത് നോക്കിയേ. മറക്കണ്ട. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അസിസ്റ്റന്റ് സെയിൽസ്മാൻ മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.